കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് ഫോണും ലഹരി വസ്തുക്കളും എത്തിക്കുന്നതിന് പുറത്തു പ്രവർത്തിക്കുന്നത് വൻ ശൃംഖലയാണ്. ഇതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. വലിയ തുക പ്രതിഫലം വാങ്ങിയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിലെ പ്രധാന കണ്ണിയാണ് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ പിടിയിലായ പനങ്കാവിലെ അക്ഷയ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും എത്തുന്നതിന്റെ ഒരു വഴിയാണ് പനങ്കാവിലെ അക്ഷയ് പിടിയിലായതോടെ പോലീസ് കണ്ടെത്തിയത്. ഞെട്ടിക്കുന്നതാണ് ആ വിവരങ്ങൾ. രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്കു വേണ്ടി പുറത്ത് വൻ ശൃംഖല പ്രവർത്തിക്കുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. കെട്ടുകണക്കിന് ബീഡിയും ഹൻസും മൊബൈൽ ഫോണും ജയിലിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് അക്ഷയ് ജയിൽ ജീവനക്കാരുടെ പിടിയിലായത്. ജയിൽ കോമ്പൗണ്ടിലേക്ക് ഫോൺ എറിഞ്ഞു നൽകുമ്പോഴാണ് പിടിവീണത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. ചാക്കിൽ നിറച്ച് ബീഡി 3 വീതം ബണ്ടിലുകളാണ് സെലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് ഭദ്രമാക്കി വെച്ചിരുന്നത്. 20 കെട്ടുകളുള്ള 20 ബണ്ടിൽ ബീഡി ജയിലിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ സജ്ജമാക്കി വെച്ചിരുന്നു. ജയിൽ പരിസരത്ത് വെച്ച് ഇതും പിടികൂടിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ജയിലിലേക്ക് എറിഞ്ഞുകൊടുത്താൽ 1000 രൂപയാണ് പ്രതിഫലം. ബീഡി അകത്ത് കിട്ടി എന്ന് ഉറപ്പായാൽ ഗൂഗിൾ പേ വഴി പണം അയക്കും. തടവുകാർ ഏർപ്പാടാക്കുന്നവരാണ് പണം നൽകുക. ഏത് തടവുകാരന് ഇത് എത്തിച്ചു കൊടുക്കുന്നു എന്നറിയാതിരിക്കാൻ വേണ്ട മുൻകരുതലും ഈ സംഘം ചെയ്യുന്നുണ്ട്. അക്ഷയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ അക്ഷയെ കോടതി റിമാൻഡ് ചെയ്തു. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, എസ്ഐമാരായ വിനോദ്, അനുരൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടക്കുന്നത്. ജയിലിനകത്തേക്ക് നിരോധിത വസ്തുക്കൾ എറിഞ്ഞു നൽകുന്നതിന് കൃത്യമായ സ്ഥലവും സമയവുമൊക്കെയുണ്ട്. ഇത് വാട്സപ്പ് വഴി പുറത്തുള്ളവർക്ക് എത്തും. ആ സമയത്താണ് ഇവിടെ എത്തി ഈ സാധനങ്ങളൊക്കെ ജയിലിനകത്തേക്ക് വലിച്ചെറിയുന്നത്. ഈ ഭാഗത്ത് ഈ സംഭവങ്ങൾ പതിവായതോടെ ജയിൽ അധികൃതർ ഈ ഗേറ്റ് പൂട്ടാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എവിടെ വെച്ച് എപ്പോൾ എറിയണമെന്ന കൃത്യമായ വിവരം പുറത്തുള്ളവർക്ക് സന്ദേശമായി ലഭിക്കും. തടവുകാർ ആ സ്ഥലത്ത് എത്തിയാൽ സിഗ്നലായി കല്ല് പുറത്തേക്കെറിയും. ആ സ്ഥലത്ത് അകത്തേക്ക് നിരോധിത വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കണം. ഇതാണ് ഇവരുടെ രീതി. കഞ്ചാവ്, ബീഡി, ഹൻസ്, മൊബൈൽ ഫോൺ, ചാർജറുകൾ, ഇയർഫോൺ എന്നിവയാണ് പ്രധാനമായും ജയിലിനകത്തേക്ക് എത്തിക്കുന്നത്. നിരോധിത വസ്തുക്കൾ എത്തിക്കാൻ തടവുകാർക്ക് ജയിലിനകത്തും പുറത്തും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നത്. ഇത് സാധൂകരിക്കുന്നതാണ് അക്ഷയുടെ അറസ്റ്റ്. പുറത്തെ വലിയ റാക്കറ്റിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സഹായകമായ വിവരങ്ങളാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കർശന നിയന്ത്രണങ്ങളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഇതുപോലും തങ്ങൾക്ക് ബാധകമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഫോൺ എയർ. ഇത് ആർക്ക് വേണ്ടി എറിഞ്ഞുകൊടുത്തു എന്ന് കണ്ടെത്തുന്നതിനൊപ്പം തന്നെ പുറത്തെ ഈ വൻ റാക്കറ്റിനെ മുഴുവൻ അകത്താക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.